ഹലോ ഗൈസ്, എല്ലാവരും എവിടെയാണ്? ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡിയിലേക്ക് പോയാലോ? ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് കേട്ടോ. ഞാനൊരു ബ്ലാക്ക് ലവർ ആയതുകൊണ്ട് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ബ്ലാക്കാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. പക്ഷെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാനൊരു ഓണത്തിന് എടുത്ത ഡ്രസ്സാണ്. നമ്മുടെ സ്വന്തം നാട്ടിലെ കടയിൽ നിന്ന് എടുത്താണ്. പിന്നെ കുറച്ച് പൗഡർ ഒന്ന് ജസ്റ്റ് ഉണ്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഐലൈനർ എഴുതാൻ നോക്കിയപ്പോഴാണ് ഐലൈനർ കട്ട പിടിച്ച് പോയി ഗായ്സ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നീട്ടിയെടുക്കാം. ഇതൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ഈസി ഈസി ഈസി. ഇനി കുലുക്കലോട് കുലുക്കൽ, കുലുക്കലോ കുലുക്കൽ, കുലുക്കി 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 സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കണ്ണെഴുതി കൊടുക്കണം. അപ്പോൾ കണ്ണെഴുതുമ്പോൾ ഞാൻ എന്തിനാ ഈ വായ അടച്ച് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എല്ലാവരും വായ തുറന്നിട്ടാണ് പിടിക്കാറ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ കേട്ടോ. കെയർഫുള്ളേ. അപ്പം നമ്മൾ കുറച്ച് ലിപ് ബാം എടുത്തിട്ട് അങ്ങനെ തേച്ച് കൊടുക്കണ്ടേ. പിന്നെ ലിപ്സ്റ്റിക്ക്, അത് പിന്നെ പറയണ്ടല്ലോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടാവുകൊണ്ട് ഞാൻ ജീവിച്ച് പോകണം. ഇത് മാത്രം ഇട്ടുകൊണ്ട് കേട്ടോ, വേറെ ഒന്നും ഞാൻ ഇടാറില്ല. ഈ സംഭവം എന്താ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ ഇതന്നെ. അങ്ങനെ അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ എന്താണെന്നറിയില്ല, എന്ത് ചെയ്തിട്ടൊരു മെനയാവണില്ലല്ലോ സജി എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മളെ മെയിൻ സാധനം ഇട്ടിട്ടില്ല, പൊട്ട്. ഇനിയിപ്പോൾ അതായിട്ട് കുറയ്ക്കണ്ട, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ. ഹൈവ മുടുക്കനായി, മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ. അതെന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ മുടിയിൽ കുറച്ച് ജട ഉണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വേറെ എടുക്കണമെങ്കിൽ 2 ദിവസം പിടിക്കും. മഴയൊക്കെ ഇല്ലേ, തലയിലൊന്നും ഇപ്പം വെള്ളം നനയ്ക്കാറില്ലേ. അങ്ങനെ അതൊക്കെ ഒന്ന് കെട്ടാത്തെടുത്ത് അതൊന്ന് പോണിറ്റെയിൽ കെട്ടി കൊടുക്കണം. എനിക്കാണെങ്കിൽ മുടി പരത്തിയിടണേ കൊണ്ട് വലിയ താല്പര്യമില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെ കെട്ടി വയ്ക്കണം. അങ്ങനെ അത് കെട്ടി വെച്ചെടുത്ത് നമ്മളെ ഫൈനൽ സ്റ്റേജ് എത്തി. അതും കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാത്തത് നാട്ടുകാർ അറിയാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സിറം എടുത്തിട്ട് തലയിലൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ബേബി ഹെയേഴ്സൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പറന്നുള്ള മുടി ഒന്ന് സോഫ്റ്റായി സിൽക്കിയായി കിട്ടാനും നല്ലതാണ് കേട്ടോ. ഇത് അനിയൻ്റെ നടിച്ചു മാറ്റിയതാണ്, അതും കൂടിയും പറയട്ടെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വാച്ചും കൂടിയും കെട്ടിയിട്ട് പോകാനിറങ്ങുകയാണ്. പിന്നെ ലാസ്റ്റ് ഒരു പ്രഹസനം നിർബന്ധമാണല്ലോ. പിന്നെ ഈ 2 വള്ളിയും കൂടി അങ്ങോട്ട് തൂക്കിയിട്ടാൽ എല്ലാമായി. അപ്പം എന്നാൽ അങ്ങനെ ആവട്ടെ. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഒരു കൊറിയർ വന്നത്. കൊറിയർ എന്താ ഇങ്ങനെയെന്ന് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു. ഇതിൻ്റെ കവറിങ് ഒന്നും കാണാനില്ലേ. പക്ഷെ അമ്മയ്ക്ക് ഓർഡർ ചെയ്തൊരു സാരി ആയിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. ഞങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ ആൻഡ് ഡാർക്ക് റെഡ്, നല്ല കോമ്പിനേഷനായിരുന്നു. എനിക്ക് അങ്ങോട്ട് ബോധിച്ചു എന്ന് പറയാൻ മതിയല്ലോ. ഇനിയിപ്പോൾ അത് അമ്മയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ ഒന്നും കൂടി ആലോചിക്കാനിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സാധനം കൊള്ളാട്ടോ, മസ്റ്റ് ഹാവ് ആണ്. അപ്പം ശരി, അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.